സിംഗറാണ്. ഇപ്പം നിങ്ങൾ കേട്ട മനോഹരമായിട്ടുള്ള ഒരു സോങ് പാടിയിരിക്കുന്ന സാറാണ്. ഇത് MA റഹീം മാർബൺ കമ്പനിയുടെ സാറാണത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മാർബൺ സ്റ്റുഡിയോയുടെ ബാനറിൽ. അദ്ദേഹം തന്നെ ഇതിനകത്തൊരു മനോഹരമായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പത്മരാജൻ എന്ന് പറയുന്നൊരു മനോഹരമായിട്ടുള്ളൊരു കഥാപാത്രം. അദ്ദേഹം ഒരു പുതുമുഖമാണ്. ഒത്തിരി സിനിമാ മോഹങ്ങളൊക്കെ ആയിട്ട് വന്നതിന് ശേഷം ബിസിനസ്സിലേക്ക് പോയതിന് ശേഷമാണ് സിനിമയിലേക്ക് എൻട്രി ആവുന്നത്. എൻ്റെ ഈ വശത്തിരിക്കുന്നത് സിബു സുകുമാൻ. ഒത്തിരി സിനിമകൾക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ള ആളാണ്. ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. സിബു ആണ് ഇതിൻ്റെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ അഞ്ജലി അമീർ. അഞ്ജലിയെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. ഒത്തിരി സിനിമകൾ ചെയ്തതാണ്. ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു പ്രത്യേകത കൂടിയുണ്ട്. അഞ്ജലി ആദ്യമായിട്ട് ഒരു മുഖ്യ കഥാപാത്രം ചെയ്യുന്ന ഒരു ചിത്രമാണിത്. അത് പ്രേക്ഷകരെങ്ങനെ സ്വീകരിക്കും എന്നുള്ള മാർച്ച് 1-ന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. പിന്നെ പ്രീതി ക്രിസ്റ്റീന പോൾ. പ്രീതി ഫസ്റ്റ് ടൈമാണ് മലയാളത്തിൽ. 4ഓളം തമിഴ് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതിൽ ശ്രീതിയുടെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട സിനിമ എന്ന് പറയുന്നത് സമുദ്രകനിയുടെ അപ്പ എന്ന് പറഞ്ഞ സിനിമയിൽ മെയിൻ ക്യാരക്ടറായിരുന്നു. സമുദ്രകനിയുടെ വൈഫായിട്ട് അഭിനയിച്ചാണ്. ശ്രീതിയുടെ ഫസ്റ്റ് മലയാള പടമാണ് ദ സ്പോയിൽസ്. പിന്നെ വിനീത് മോഹൻ. വിനീത് ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. ഇതിന് മുമ്പ് ഒരു തമിഴ് ചിത്രം ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് മലയാളത്തിൽ ഒരു മെയിൻ കഥാപാത്രം ചെയ്യുന്നു ഈ ചിത്രത്തിൽ. പ്രിനു അതേ കണക്കൊരു പുതുമുഖമാണ്. ഇതിനകത്ത് പ്രിനു ഒരു മനോഹരമായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വ്യത്യസ്തത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമ നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാകും. 5 മിനിറ്റുള്ള ഒരു സിംഗിൾ ടേക്കാണ്. ഒരു ഷോട്ടിലാണ് അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ സിനിമ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും. സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു 5 മിനിറ്റുള്ള ഒരൊറ്റ ഷോട്ടിൽ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക, അല്ലെങ്കിൽ പ്രേക്ഷകർ പറയട്ടെ. അതിൽ ആ ഒരു സീനിൽ ചെയ്തിരിക്കുന്നത് പ്രിനുവാണ്. പിന്നെ റിജുറാമോ ഒത്തിരി സിനിമകൾ ചെയ്തിട്ടുണ്ട്. സീരിയലിലൊക്കെ ഒരുപാട് പരിചയമുണ്ട്. അങ്ങനെ അത് കൂടാതെ ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് പേര്, അഖിൽ കൗലൂര്, അങ്ങനെ ഒത്തിരി പേര് സിനിമയിൽ പരിചിതവും മീഡിയയിലും ഒക്കെ പരിചിതമുള്ള സുഹൃത്തുക്കൾ. അതുകൂടാതെ ഒരുപാട് പുതുമുഖങ്ങളും ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അവരെയൊക്കെ ഒരു പ്രോത്സാഹനം കാര്യങ്ങളും മാർച്ച് 1-ന് ചിത്രം തിയേറ്ററിലേക്ക് വരികയാണ്. നമ്മൾ ഇപ്പോൾ ഒരുപാട് എന്താ പറയുക, തിയേറ്ററിൽ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും മാർച്ച് 1-ൽ തന്നെ നമുക്ക് ചിത്രം തിയേറ്ററിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ ഇന്നിപ്പോൾ പ്രസ് മീറ്റ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും മാക്സിമം സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവണം. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചിത്രത്തിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സഹോദരനെ, എൻ്റെ ആദ്യത്തെ സിനിമ പാട്ട്. ഇതൊരു വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു സിനിമയാണ്. അതിനകത്ത് അതിനെ പറ്റുന്ന ശബ്ദമാണ് എന്നെ തോന്നിയിട്ടാണ് എന്നെ കൊണ്ട് പാടിച്ചതെന്ന് പറഞ്ഞു. എന്നാലും എനിക്ക് നല്ല അനുഭവമായിട്ടാണ് ഞാൻ ഈ സിനിമ കണ്ടത് എനിക്ക് തോന്നിയത്. എല്ലാവരും ജനസമക്ഷത്തുനിന്നും ജനങ്ങളെ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൽ പ്രത്യേകിച്ച് ഇതുവരെ കൈകാര്യം ചെയ്യാത്തൊരു പ്രത്യേക രീതിയിലുള്ള പ്രമേയം, അതായത് ജെറിയാട്രിക് കെയർ. ഒരുപാട് പേര് അനാഥരാക്കപ്പെടുന്ന വയോധികരെ ഒന്നിച്ച് നോക്കുന്ന ഒരു സർക്കാർ സ്ഥാപനം. ആ സ്ഥാപനത്തെ അധികരിച്ചാണ് ഈ കഥ ചുരുളി വരുന്നത്. അത് എന്തുകൊണ്ടും ഒരുപാട് ആൾക്കാരുടെ മനസ്സിനെ സ്പർശിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഒരു ത്രില്ലർ എന്നൊന്നും പറയാനില്ലെങ്കിലും ഒരുപാട് ഹൃദയസ്പൃക്കായിട്ടുള്ള നിമിഷങ്ങൾ ഉള്ള ഒരു നല്ല സിനിമ എല്ലാവരുടെയും മുമ്പിൽ സമർപ്പിക്കുകയാണ്. അതിനകത്ത് ഇങ്ങനെ ഒരു ഭാഗമാക്കാൻ കഴിഞ്ഞാൽ എൻ്റെ സന്തോഷം ഞാൻ അറിയിച്ചു. വളരെ ചെറുപ്പം
മുതൽ തന്നെ ഒരുപാട് അഭിനയമോഹം ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ നാടകത്തിൽ അഭിനയിച്ചോ അല്ലെങ്കിൽ അഭിനയ ക്ലാസ്സുകളിൽ പോയിട്ടോ അങ്ങനെയുള്ളൊരു അനുഭവം എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മഞ്ജിത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടപ്പോഴാണ് ഈ സിനിമയുടെ ഒരു പ്രമേയം പറയുന്നത്. അതിനുശേഷം സാറ് തന്നെ ഇത് ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഒരു അതിശയമായിട്ട് തോന്നി. അപ്പം എൻ്റെ കയ്യിൽ ഇത് നിൽക്കുമോ ഇങ്ങനൊരു കഥാപാത്രം എന്നും എനിക്ക് വളരെ ഒരു വലിയൊരു വേവലാതി പോലെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഞാൻ എപ്പോഴും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവത്തോട് പറയുന്നത് പോലെ തന്നെ എന്നെ എൻ്റെ ആഗ്രഹം സഫലീകരിക്കണം, എല്ലാ അർത്ഥത്തിലും ഈ കഥാപാത്രത്തെ എന്നിലേക്ക് ആവാഹിക്കുവാനുള്ള ശക്തി എനിക്ക് തരണം എന്ന് പറഞ്ഞു. എന്തുകൊണ്ടോ മേക്കപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും പത്മരാജനായിട്ട് മാറുകയായിരുന്നു. ഇതിൻ്റെ വർക്കിൽ പങ്കെടുത്ത എല്ലാവർക്കും അറിയാം, ഈ 2 ഷെഡ്യൂളായിട്ടാണ് ഇത് കഴിഞ്ഞെങ്കിലും ഇതിൻ്റെ ഷൂട്ട് കഴിയും വരെ ആ പത്മരാജൻ എന്നുള്ള കഥാപാത്രം വിട്ട് ഞാൻ പോയിട്ടേ ഇല്ല. അത് ഞാൻ വലിയ അനുഗ്രഹമായിട്ട് കാണുന്നു. പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഈ ചിത്രത്തിലെ ഈ ഗാനം അത് എന്തുകൊണ്ടും എന്തോ ദൈവനിശ്ചയം പോലെ ഈ സിനിമയുടെ ആത്മാവായിട്ട് മാറി ആ ഗാനം. അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അതിന് ഒരുപാട് നന്ദി എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷ ഞാൻ സാറിനോട് പറയുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ രചന നിർവഹിച്ച സുനിൽ ചെറുകടവ് എന്ന് പറയുന്ന അദ്ദേഹം അസിസ്റ്റന്റ് കമ്മീഷണറാണിപ്പോൾ. അദ്ദേഹത്തിനും ഞാൻ നന്ദി അറിയിക്കുന്നു. ഒപ്പം അതിനനുസരണമായിട്ടുള്ള മ്യൂസിക്കിലൂടെ വളരെ സമർത്ഥമായിട്ട് അതിലെ സമന്വയിപ്പിച്ചെടുത്ത നമ്മുടെ സിബുവിനും നന്ദി അറിയിക്കുന്നു, മറ്റേ എല്ലാ ക്രൂവിനും. അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ മാധ്യമ സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയോട് നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ ഈ കുഞ്ഞു പടം നിങ്ങൾ വിജയിപ്പിക്കണം പ്ലീസ്. നന്ദി, നമസ്കാരം. അഞ്ജലി പലപ്പോഴും ഈ എന്താ പറയുക സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ കണ്ടിട്ടുണ്ട്. അതായത് പുതിയ ബന്ധങ്ങൾ വരുന്നു പോകുന്നു, അത് ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഇല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നും ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടിരുന്നു. അപ്പൊ ഈ സിനിമാ മേഖലയിലും ഇതുപോലുള്ള ബന്ധങ്ങൾ നല്ലപോലെ കാണാൻ തോന്നിയിട്ടുള്ളത് മോശമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഞാൻ സോഷ്യൽ മീഡിയ മെൻഷൻ ചെയ്ത ബന്ധം വല്ല ലവ് റിലേഷനെ പറ്റിയായിരിക്കും. അതർവൈസ് ഞാൻ വർക്ക് ചെയ്യുന്ന മേഖലയിലുള്ള ബന്ധങ്ങളും ഇതും ഞാൻ താരതമ്യം ചെയ്യാറില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ളത് എന്നെ മാനസികമായി അത്രത്തോളം ബാധിക്കാറില്ല. അവിടെ ഉണ്ടാവുന്ന അവഗണനയോ അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ബന്ധങ്ങളെ ബ്രേക്കപ്പോ എനിക്ക് അത്രത്തോളം ബാധിക്കാറില്ല. അതർവൈസ് എൻ്റെ പേഴ്സണൽ ലൈഫിൽ വരുന്ന ഇങ്ങനത്തെ ഫീലിങ്സിനെ കുറിച്ചായിരിക്കും ഞാനത് മെൻഷൻ ചെയ്തത്. സോ അതെന്നെ ബാധിക്കാറുണ്ട്. ഈ സിനിമയുടെ എക്സ്പീരിയൻസ് എന്ന് പറയാമോ? ഈ സിനിമ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ക്യാരക്ടറിന്റെ പേര് ആഫിയ എന്നാണ്. എന്നെ പോലെ തന്നെ ഒരു പാവക്കുട്ടിയാണ്. സോ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഈ മൂവി. എസ്പെഷ്യലി എനിക്ക് ഈ ഒരു ക്യാരക്ടറിന് ഓപ്പർച്യൂണിറ്റി തന്ന ഞങ്ങളുടെ ഡയറക്ടറോട് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ താങ്ക്സ് പറയാണ്. അതേപോലെ ശ്രീജിത്ത് സാറൊക്കെ പാടിയ ഈ ഒരു മൂവിയിൽ വർക്ക് ചെയ്യാൻ പറ്റിയത് പ്രീതി, പ്രിനു, വിനീതേട്ടൻ, രജു ചേട്ടൻ, റഹീമക്ക, ഞങ്ങളെ ഞാൻ പപ്പ എന്നാണ് വിളിക്കാറ്. സോ ഷിബു ചേട്ടൻ, അതല്ലാതെ കുറെ പേര് ഇവിടെ ഇരിക്കാത്ത ഒരുപാട് പേര് മുന്നണിയിലും പിന്നണിയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. സോ ഇത്രയും പേരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം ആണ്. ക്യാരക്ടറിനെ കുറിച്ച് കൂടുതൽ ഞാൻ റിവീൽ ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടെ പലരും മെൻഷൻ ചെയ്യുകയുണ്ടായി. എന്നിരുന്നാലും നിങ്ങൾ കണ്ടതിനെ വിലയിരുത്തുന്നതായിരിക്കും ഒന്നുകൂടെ ഉചിതം. അതിന് മുൻപായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ വിവാദമായിട്ട് വരുന്നുണ്ട്. ബിഗ് ബോസിന് മുന്നേ മത്സരാർത്ഥികൾ പരസ്പരം അറിയുകയും മീറ്റിംഗ് കൂടുന്നു, സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നു, ഗെയിം പ്ലാൻ ഉണ്ടാക്കുന്നു എന്നൊക്കെ. ഈ ഒരു കാര്യത്തോട് അഞ്ജലിയുടെ പ്രതികരണം? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യത്തെ സീസണിൽ എനിക്ക് തോന്നുന്നു 2017-2018 സമയത്താണ് പോകുന്നത്. സോ എനിക്ക് ആ സമയത്തൊന്നും ബിഗ് ബോസിനെ കുറിച്ച് ഒന്നും അറിയില്ല.
അപ്പോൾ ഇപ്പോഴത്തെ പോലെ പ്രഡിക്ഷൻ ലിസ്റ്റോ അങ്ങനെയൊന്നും വരുന്നുമില്ലായിരുന്നു. ഓരോ ചാനൽസിലോ ഓൺലൈൻസിലോ ഒന്നും അങ്ങനെയുള്ള പ്രഡിക്ഷൻ ലിസ്റ്റ് വരുന്നില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒന്നുകൂടെ എന്താ പറയാ, ആരാ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുള്ള മനസ്സിലാക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറെ കൂടി ഉണ്ട്. സോ സ്ക്രിപ്റ്റ് എന്തായാലും പ്ലാൻ ചെയ്യാൻ പറ്റില്ല, നമ്മൾ എങ്ങനെയാണോ അതേപോലെ ബിഹേവ് ചെയ്യാനേ പറ്റും അവിടെ. പിന്നെ എനിക്ക് അവിടെ ഫീൽ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാല്, അവര് ഇപ്പൊ ഒരു പേഴ്സണിന് ഒരു 5-6 പേര് പുറമെ നിന്ന് സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ മൈൻഡ് വെച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ഗെയിം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിലപ്പോൾ നമ്മൾ മൈൻഡിൽ ചിന്തിച്ചിരിക്കുന്ന കാര്യം വരെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടീം പുറത്തുണ്ട്. സോ അങ്ങനെ വരുന്ന ഗെയിംസിലൂടെയാണ് പല ക്ലാഷസും വരുന്നത്. അതുകൊണ്ട് പുറമെ നിന്ന് കാണുന്നവർക്ക് അത് സ്ക്രിപ്റ്റിംഗ് ആണെന്ന് തോന്നുന്നതാണ്, പക്ഷെ അവര് റിയൽ ലൈഫിനാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. സാറ് പറഞ്ഞ പോലെ ഇതൊരു ചെറിയ പടമാണ്, പക്ഷേ ഒരു നല്ല സോഷ്യൽ കോസുള്ള മൂവിയാണ്. അപ്പോൾ ഞങ്ങൾ മാർച്ച് 1 വേണ്ടി വെയിറ്റിംഗ് ആണ്, എസ്പെഷ്യലി വിത്ത് തിയേറ്റർ പ്രോബ്ലംസ് ആൻഡ് ഓൾ. ഐ ഹോപ്പ് ഞങ്ങൾ പടം ഇറങ്ങും ആൻഡ് അത്യാവശ്യം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. അപ്പോൾ ഈ ഒരു പാട്ട് ലൈവായിട്ട് രണ്ടുപേർ കേൾക്കാൻ ആഗ്രഹമുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു പാട്ട് എങ്ങനെയാണ് സാർ പാടാൻ തീരുമാനിക്കുന്നത്, ആ ഒരു എക്സ്പീരിയൻസ് കൂടെ ഒന്ന് ഷെയർ ചെയ്യാമോ? എൻ്റെ ഒരു DYSP-യാണ് ഇത് വരി എഴുതിയത്. എൻ്റെ DYSP എന്ന് പറയുന്ന ഒരു SI ആയിരുന്നു ഞാൻ. അതേ സർവീസിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ SP ആണ്. അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ പാട്ട് പാടാൻ തീരുമാനിക്കുന്നത്. അതിനു മുമ്പ് സത്യം പറഞ്ഞാൽ എനിക്ക് ഞാനൊരു പിന്നണി ഗായകനാവാനുള്ള കഴിവ് എനിക്കുണ്ടോയെന്ന് എനിക്ക് യാതൊരു ധാരണയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇതിന് മുമ്പ് എനിക്ക് 1-2-3 അവസരങ്ങൾ വന്നിരുന്നു സിനിമയിൽ പാടാൻ. അപ്പം അതൊക്കെ ഒരു പോലീസ് ഓഫീസറെ പാടിക്കുന്നതിൻ്റെ ഒരു കൗതുകം കൊണ്ട് വരികയാണെന്ന് കരുതിയിട്ട് ഞാനത് ഏറ്റെടുത്തിരുന്നില്ല. പോലീസുകാർ എന്നും പോലീസുകാരുടെ ദൗർബല്യമാണ്. ഈ പോലീസുകാർക്ക് എഴുതിയ വരികൾക്ക് ശബ്ദം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ കൊടുക്കാമെന്ന് ഞാൻ ഏറ്റു. വരികൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈണം ശിവു പാടി കേട്ടു, ഡയറക്ടർ പാടി കേട്ടപ്പോൾ എനിക്ക് ഞാൻ പാടണമെന്നുള്ള ആഗ്രഹമായി. എന്നെ ഇത് പാടി ഒപ്പിക്കാൻ പറ്റുമെന്നുള്ള വെപ്രാളായിരുന്നു. അത് റെക്കോർഡിങ്ങിന് ചെന്നപ്പോൾ ആ വെപ്രാളം മുഴുവൻ അയാളുടെ മാത്രമുണ്ട്, ഈ മ്യൂസിക് ഡയറക്ടർ. പിന്നെ നേരത്തെ അദ്ദേഹം വളരെ മിതമായിട്ട് പറഞ്ഞെങ്കിലും 2 കടാകടിയും പോലീസ് ഉദ്യോഗസ്ഥർ വന്നിട്ട് പറയുകയാണ് DGP പാടും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ചോയ്സ് ഇല്ല. പകൽ വന്നിരുന്ന് ഉച്ചയ്ക്ക് പാടാൻ നേരത്ത് എവിടേക്ക് ഓടിത്തെരിഞ്ഞ് വന്ന ശബ്ദമൊന്നും പോകുന്നൊന്നുമില്ല. ഞാൻ നല്ല മോഹമുണ്ട്. ഏതോ 2 ഭീകരരൂപികളുടെ മുമ്പ് പെട്ടുപോയ ഒരു പാവത്തൻ്റെ ഒരു മാൻപേട്ടയുടെ മുഖമായിരുന്നു. അപ്പോൾ അയാളെ ഞാൻ പറഞ്ഞു കുറച്ച് പാടിയാൽ ശരിയാവും, തൊണ്ട ചൂടായാൽ മതി. വളരെ റിസൈൻഡ് ആയിട്ടൊരു മുഖമാണ് കണ്ടത്. അതിൽ നിന്ന് ഒരു പാടിക്കഴിഞ്ഞപ്പോൾ ഒരു 5-6 ടേക്ക് കഴിഞ്ഞപ്പോൾ അയാൾ എന്നോട് നാടൻ ഭാഷയിൽ, ഇപ്പം ഈ നാടൻ മനുഷ്യൻ തന്നെയാണ് ശിവു, എന്നോട് നിന്ന് ഹമ്മിങ് പാടാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഹമ്മി എങ്ങനെയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അതുപോലെ പാടാൻ പറഞ്ഞു. വേണ്ട സാറേ നിങ്ങൾ ചാരികേശി പാടിയാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പം ചാരികേശി പാടാൻ മാത്രമുള്ള വിവരമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് മുമ്പിലിരിക്കുന്നതെന്നുള്ള ബോധ്യം, പോലീസ് ഉദ്യോഗസ്ഥനല്ല ഗായകനാണ് മുമ്പിലിരിക്കുന്നതെന്നുള്ള ബോധ്യം ഈ സംഗീത സംവിധായകനുണ്ടായെന്ന് തോന്നിയതാണ് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം. അന്ന് എനിക്ക് തോന്നി എൻ്റെ ഗായകനെയാണ് അവർ കണ്ടത്. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല, ഇത് ഒരു മിഡാസ് ടച്ചാണ് തോന്നുന്നത് ഇദ്ദേഹത്തിൻ്റെ ശിവുവിൻ്റെ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എന്തൊക്കെയോ സംഗീത രംഗത്ത് ഒരുപാട് അഭ്യാസങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ തിരുവയ്യാറ് ത്യാഗരാജോത്സവത്തിന് പോയിട്ട് കച്ചേരി നടത്തിയിട്ടൊക്കെ വന്നു. ജീവിതത്തിൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പോൾ എന്തോ ഒരു അനുഗ്രഹമുള്ള കലാകാരന്മാരാണ് ഇവരെല്ലാവരും എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇവർ വലിയ സിനിമാക്കാരല്ല എന്നുള്ളൊരു തോന്നൽ. വെറും സിനിമാക്കാരൊക്കെ മോശമാണെന്നല്ല, സിനിമാക്കാരൊക്കെ നമ്മുടെ മനസ്സിൽ, പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥരുടെ മനസ്സിൽ ഒരുപാട് എന്താ പറയുക കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവരാണെന്ന് ഞാൻ കരുതി പോന്നിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തരായിട്ടാണ് ഞാൻ ഇവരെയൊക്കെ കണ്ടത്. എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധാരണ മനുഷ്യൻ്റെ സന്തോഷവും സങ്കടങ്ങളുള്ള ജാടകളൊന്നും ഇല്ലാത്ത, അപ്പോൾ അങ്ങനെയുള്ള ടീമിനോട് വർക്ക് ചെയ്യാൻ പറ്റി.
പാട്ട് കേട്ടപ്പോൾ എനിക്ക് കൊള്ളാമെന്ന് തോന്നി, നിങ്ങൾക്ക് തോന്നി, എനിക്കും തോന്നി. അപ്പം ഇനി എന്നെ കൊണ്ടുള്ള ഉപദ്രവം തുടർന്നുണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് പറയാറ്. തോന്നുന്നതൊക്കെ ഞാൻ പോയി പാടും. അപ്പോൾ അങ്ങനെയാണ് ഈ സിനിമയ്ക്ക് പാടാനിടയായത്. പ്യൂബർട്ടി, പ്രായം പൂർത്തിയാകുന്ന സന്ദർഭം എന്ന് പറഞ്ഞാൽ ആഘോഷവേളകളാണ്. ഒരു ട്രാൻസ്ജെൻഡറെ സംബന്ധിച്ചിടത്തോളം അതൊരു ട്രോമയുടെ തുടക്കമാണ്. ഏതെങ്കിലും ഒരു ലിംഗനിബദ്ധമായി തന്നെ ജീവിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ എന്താ പറയുക ഒരു തിരിശേഷിപ്പാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത്. അതിൻ്റെ ബാക്കിപത്രമാണ്. അപ്പോൾ അവർക്ക് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റാത്ത ഒരു ബാല്യവും യൗവനമാണ് അവർ കടന്നു പോകുന്നത്. അതിൻ്റെ ട്രോമ ഒരു വലിയ പങ്ക് ഈ സിനിമയിൽ ഭംഗിയെ ചിത്രീകരിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ പലപ്പോഴും കേൾക്കാതെ പോകുന്ന ഒരുപാട് ശബ്ദങ്ങളാണ് വന്ധ്യവയോധികരുടേത്. അങ്ങനെ ഒരു പ്രായമുള്ള ഒരാളുടെ ജീവിതം എങ്ങനെയാണെന്ന്, അങ്ങനെയുള്ള ആൾക്കാർ ഒന്നിച്ച് ചേരുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥാന്തരം എന്താണ് ലോകത്ത്, അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണെന്നൊക്കെ ഭംഗിയായിട്ട് ചിത്രീകരിക്കാൻ ഈ ചിത്രത്തിൽ സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അതൊരു തീർച്ചയായിട്ടും ഒരു നല്ല മെസ്സേജ് സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന, നമ്മൾ ഈ ഒരുപാട് ശ്രദ്ധിക്കുന്നവരുടെ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. സംസാരിക്കുന്നവർക്ക് മാത്രമേ പരിഗണുള്ളൂ. നിരാലംബരായിട്ട് നിശ്ചേഷ്ടരായിട്ട് എഴുന്നേറ്റടക്കാൻ പറ്റാതെ കഴിയുന്ന ആൾക്കാരുടെ ശബ്ദമാവാൻ ഈ സിനിമയിൽ സാധിക്കാൻ പറ്റിയത്. അതാണ് ഈ സിനിമയുടെ വിജയം. അപ്പോൾ അതിനകത്ത് സിനിമയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേക വിഹ്വലത തോന്നും നമുക്ക് ആ സിനിമ കാണുന്ന സമയത്ത്. ആ വിഹ്വലതയ്ക്ക് ശബ്ദം കൊടുക്കാൻ പറ്റി എന്നുള്ളത്, എനിക്ക് പാട്ട് പാടുമ്പോൾ ഒരു പാട്ട് പാടി സിനിമ പാട്ടുകാരനായി, സിനിമയിൽ പാടിയ ഒരു പോലീസുകാരനായി എന്നൊക്കെയുള്ളൊരു ചരിതാർത്ഥ്യമാണ് എനിക്ക് ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് ഇതിൻ്റെ ടീച്ചർ കണ്ടു, അത് കഴിഞ്ഞ് ഇതിൻ്റെ സിനിമ മുഴുവൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ പണ്ട് സിബുവിടെ ഇതേ വേദിയിൽ നിന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ട് ഞാൻ വലിയ ആളെ പോകുമ്പോൾ എന്നെ മറന്നുപോലെ എന്ന് പറഞ്ഞൊരു തമാശയുണ്ട്. അതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഇതെൻ്റെ ശബ്ദം തന്നെയാണെന്ന് എനിക്ക് സംശയം തോന്നുന്ന രീതിയിൽ അത് ആ സിനിമയെ നല്ല രീതിയിൽ പ്രതിഫലിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മുഴുവൻ ഭംഗിയായിട്ടാണ് സിനിമ ചെയ്തിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ആ സിനിമ കാണണം, തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഈ എളിയ സംരംഭകരെ വിജയിപ്പിക്കണം. ഇതുപോലെയുള്ള സന്ദേശങ്ങൾ ഇനിയും വരാനായിട്ട് ഞാൻ കുറച്ച് മുമ്പ് പറയായിരുന്നു. നമ്മുടെ ഈ ട്രാൻസ്ജെൻഡർ എന്താണ് എന്നുള്ളത് നമുക്ക് യഥാർത്ഥത്തിൽ അറിയില്ല. നമ്മുടെ പല സിനിമകളിലും ട്രാൻസ്ജെൻഡേഴ്സിനെ ചിത്രീകരിക്കുന്നത് അവസാനിക്കുമ്പോൾ അവർ ഏതെങ്കിലും ഒരു പുരുഷലിംഗത്തിലോ സ്ത്രീലിംഗത്തിലോ എത്തിയാൽ മാത്രമാണ് ജീവിതത്തിൻ്റെ പൂർണ്ണത വരുന്നതെന്ന് കരുതുന്ന എന്താ പറയുക പൊതുസമൂഹത്തിൻ്റെ പൊതുവിവക്ഷയുമായിട്ട് യോജിച്ചുകൊണ്ടാണ് ആ സിനിമകൾ അവസാനിക്കുന്നത്. ട്രാൻസ്ജെൻഡറിൻ്റെതായിട്ടുള്ള അസ്തിത്വമുണ്ടെന്നും അവർക്ക് അങ്ങനെ തന്നെ ജീവിക്കാനുള്ള അവകാശമുണ്ടെന്നും ഉദ്ഘോഷിക്കുന്ന ഒരു സിനിമ കൂടിയാണിത്. അവരുടെ അസ്തിത്വത്തിനെ മാറ്റിമറിക്കാതെ അവരുടെ ലിംഗപരമായ ഐഡൻറ്റിറ്റി സമൂഹം നിഷ്കർഷിക്കുന്ന രീതിയിലാക്കാതെ തന്നെ അവർക്കൊരു അസ്തിത്വമുണ്ട്, അവരുടെ സ്വത്വം സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ള ഒരു സന്ദേശം കൂടെ ഈ സിനിമ തരുന്നുണ്ട്. അത്തരത്തിലൊക്കെ വളരെ നല്ലൊരു സന്ദേശം കൊടുക്കുന്നൊരു സിനിമയാണ്. ഒരുപാട് തമാശകളുണ്ടെന്ന് അവകാശപ്പെടാനില്ല, പക്ഷെ എന്നാലും നമുക്ക് നമ്മളെ തന്നെ നോക്കി ചിരിക്കാനുള്ള ഒരുപാട് അവസരം ഈ സിനിമ തരും. ഇതിൽ എനിക്ക് ട്രെയിലർ കണ്ടപ്പോഴാണ് തോന്നിയത് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് അഭിനയിച്ച അതായത് വിനീതിനെ ഞാനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തത്. പിന്നീട് നോക്കുമ്പോൾ വിനീത് ഇതിൻ്റെ ഒരു മെയിൻ ക്യാരക്ടർ ചെയ്യുവാണ്. വളരെയധികം സന്തോഷം. തിയേറ്ററുകൾ വലിയ സമരത്തിലൊന്നുമല്ല, അതുകൊണ്ടിട്ട് 1-ാം തീയതി പടം റിലീസ് ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല. അത്രയും നേരം അതിൻ്റെ ഒരു വലിയ മീറ്റിംഗ് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ടിട്ട് സിനിമ നന്നായിട്ട് പോയിക്കൊണ്ടിട്ടിരിക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ. അതുകൊണ്ട് 2024 4 പടങ്ങൾ വലിയ ഹിറ്റായിട്ട് എല്ലാ തിയേറ്ററിലും ഓടിക്കൊണ്ടിട്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു സമരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഞങ്ങളിങ്ങനെ പടങ്ങൾ റിലീസ് ചെയ്തുകൊണ്ടിട്ടിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ പിന്നിലും പ്രവർത്തിച്ച ക്രൂ മെമ്പേഴ്സിനും പ്രൊഡ്യൂസർക്കും ഡയറക്ടർക്കും സാറിനും എല്ലാം ഒരു വിജയ ആശംസ നേരുകയാണ്. താങ്ക് യു.